എല്ലാത്തിലും ഉണ്ടോ? എല്ലാത്തിലും നോക്കുന്നുണ്ടോ? മരുന്നടിക്കാത്തതുകൊണ്ടാണ്. മരുന്നടിച്ചതാ, പക്ഷെ ഇങ്ങനെയാണ്. അല്ലാതെ അളിയനെ പോലെ സസ്പെൻഷൻ വാങ്ങി വീട്ടിൽ നിന്ന് ഫുഡും കഴിച്ച് ചുമ്മാ എന്തോന്നാടാ അവിടെ എന്ന് പറയണേ? ചേട്ടാ ചേട്ടാ കണ്ടോ ഒരുത്തനെ മാല പിടിച്ചോണ്ട് ഓടിയതാ. ഇതാണ് ചേട്ടാ ഒരുത്ത മാല പിടിച്ചോണ്ട് ഓടിയതാന്ന്. ഒരു വനിതാ പോലീസ് പേനുണ്ടെന്ന് ഇട്ട് കളഞ്ഞു. തന്നെ പേനുണ്ടോ? ഓ എടേ, പേനുണ്ടൊക്കെ അരച്ച് വീഴ്ത്താൻ പറ്റും. ഞാൻ ഈ കാശ്മീരിലായിരുന്ന സമയത്തെ ഈ പേന വെച്ചിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവൻ ബൈക്കിൽ പോയിട്ട് മറ്റേ ആ വഴി കറങ്ങി വേറെത്തിനോട്ട് ഇങ്ങനെ അതല്ല, നീ ഈ കഥയൊക്കെ ഈ കാശ്മീരിലായിരുന്ന സമയത്ത് ഞാൻ അന്ന് വിമാനം പറത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ പോകുമ്പോഴുണ്ടല്ലോ അതൊരു വേറെത്തിനോട് അവനെ കളക്ട് ചെയ്ത് അങ്ങനെ അമ്മ മല കൊണ്ട് പോയതേ. എന്തോന്നടേ, എന്റെ കഥ കേൾക്കണ്ടേ? അച്ഛൻ പറയണോ? അച്ഛൻ കഥയെന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് കണ്ടുപോക്കും. ഈ വീട്ടിൽ കഥ പറയാനുള്ള സ്വാതന്ത്ര്യം പോലും തരൂലേ? കഥയെന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് കണ്ടുപോക്കുന്നു. ആ മണ്ണ് മന്തി കൊണ്ടൊന്ന് കാണിച്ചു വിടും. അളിയനോ? അളിയനാണെങ്കിൽ കുറച്ചുകൂടി ഓടിയിട്ടേ പറഞ്ഞു വീണ് പല്ലും പോയി അവിടെ കുത്തിയിരിക്കും. ഓടേന്നുള്ളടാ, ആ സ്ത്രീയെ വിളിച്ചിട്ട് മാനസികമായിട്ട് സമാധാനിപ്പിക്കും. ചേച്ചി മാല വേണമെങ്കിൽ പോട്ട് ചേച്ചി, ഒരു മാല പോയാൽ 100 മാല വരും. എനിക്കൊരു സൂപ്പർ ഐഡിയ തോന്നുന്നുണ്ട്. എന്തുവാ? അതെ, നമ്മളെ വീട്ടിൽ വന്നു കയറിയ പോലീസുകാരെ ഇങ്ങനെ ആയിപ്പോയില്ലേ? നമുക്കേ ഉത്തമ ഈ വീട്ടിൽ പുതിയൊരു പോലീസിനെ വാർത്തെടുത്താലോ? ആരെ? ഇവനാണ്? ഇവരെ കൊണ്ട് പറ്റൂല, അത് എനിക്ക് പണ്ടേ അറിയാം. പിന്നെ ഞാനാ? നിനക്ക് അതിനുള്ള പ്രായമൊക്കെ കഴിച്ചു. നിന്നെ ഇനി പോലീസിലൊന്നും എടുക്കൂല. നമുക്ക് പൈങ്കിളി പോലീസാക്കിയാലോ? അയ്യോ അച്ഛൻ എന്തോ അച്ഛൻ പറയുന്നേ? അച്ഛന് തലയ്ക്ക് എന്തോ പിരിവെല്ലാം പൊട്ടിയോ? വെള്ളം വല്ലതും വേണോ? കുറച്ച് വെള്ളം കൊണ്ടുപോടേ. അവള് വിചാരിച്ചാലും പോലീസൊക്കെ ആവാൻ പറ്റും. കേട്ടാ, അവള് വിചാരിച്ച പോലീസാണ്. അച്ഛാ, പോലീസ് ആവണമെങ്കിലും മിനിമം 4-5 മണിക്കൂറെങ്കിലും ഉണർന്നിരിക്കണം. എടേ, അത് ഇവിടെ ഒന്നും ചെയ്യാനില്ലാത്തോണ്ടല്ലേ അവള് കിടന്നുറങ്ങുന്നത്. അല്ല, അവളെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്റെ മോളെ പോലീസ് ആക്കണം എന്ന് പറഞ്ഞാൽ അവർ പോലീസ് ആക്കത്തൊന്നുമില്ല. അതിന് പരീക്ഷയൊക്കെ എഴുതണം. അതെനിക്ക് നന്നായിട്ട് അറിയാം. അത് അറിഞ്ഞു വെച്ചോണ്ടല്ലേ അച്ഛൻ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത വർത്താനം ഇവിടെ എന്ന് പറഞ്ഞേ. പോയടി ചുമ്മാരി. എടേ, അവള് പരീക്ഷ എഴുതും, പാസ്സാവും, പോലീസാവും. അവൾ എന്റെ മോളാ കേട്ടാ. ഞാനേ അവളുടെ തോന്നി പറയട്ടെ. വർക്കം വൈകിളി പോലീസ് ആവാൻ പോവാണ്. ആയത് തന്നെ അവള് ചെല്ലി പറയും, അവള് സമ്മതിക്കുകയും ചെയ്യും. കുറെ കോമഡിയാണ്, കുറെ ചിരിക്കാം. അവിടെ നിന്നൊന്നും പറഞ്ഞാളല്ലേ? നീ അവിടെ നിന്നൊന്നും പറഞ്ഞാളല്ലേ? ആലോചിച്ചു പി എസ് എഴുതുന്ന അവള്. എന്തേലും കഴിച്ചോടി രാവിലെ? ഇവിടെ ഉണ്ടായിരുന്നു. എടീ, അതെ, പിന്നെ അച്ഛന് ചെറിയൊരു ആഗ്രഹം. വളരെ ചെറിയൊരു ആഗ്രഹം. ചുമ്മാ ഇല്ലടാ. എടീ, വേറൊന്നുമല്ല, നിന്നെ പോലീസ് ചേർത്താലെന്ന് എനിക്കൊരു ആഗ്രഹം. പോലീസിലാ? ഞാനാ? എന്തിന്? കള്ളനെ പിടിക്കാൻ. പിന്നെ അല്ല എന്തിനാ? എടാ, എനിക്ക് കള്ളനെ പിടിക്കാനൊന്നും അറിഞ്ഞൂടാ. അവര് പഠിപ്പിച്ചു തരാം. അത് എളുപ്പമല്ലേ? നീ പണ്ട് തുമ്പിയെ പിടിച്ചിട്ടില്ലേ? അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് അളിയനടുത്ത് ചോദിച്ചു, കളിയെ പഠിപ്പിച്ചു തരും സൂപ്പറായിട്ട്. നിങ്ങൾക്കൊക്കെ എന്താ പ്രാന്തായോ? എനിക്ക് ജോലിക്ക് പോകാനൊന്നും വയ്യോ. ഒന്ന് പോയാച്ച അവിടുന്ന്. വരട്ടെ, ഞാൻ പറയട്ടെ. ഈ അച്ഛൻ പട്ടാളക്കാരനെ സ്ഥിതിക്ക് എന്റെ മക്കളിൽ ആരെങ്കിലും ഒരാള് സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് എന്റെ ഒരു ആഗ്രഹം. അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ഇവനെ ഡെഡിക്കേറ്റ് ചെയ്താ പറയുന്നത് തോട്ട പോലെ വന്ന് നിൽക്കല്ലേ. നോക്ക്, കണ്ട ഇവനെ ധർമ്മത്തിനും ഡെഡിക്കേറ്റ് ചെയ്താലേ നാട്ടുകാർ എന്റെ മർമ്മം ഇടിച്ച് കലക്കും. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്ന പറയുന്നത്. സാബുവാ? എടാ, സാധൂകരിക്കും. നീ എന്തിനാ ഇപ്പൊ അത് ഇവിടെ പറഞ്ഞേ? അത് ഞാൻ മാറിപ്പോയതാ, ഞാൻ വേറെ ഉദ്ദേശിച്ചത്. കഠിനം തന്നെടാ അതിന്റെ കാര്യം. അച്ഛനിപ്പോ സമാധാനമല്ലേ? ഇവിടെ കൊണ്ടൊന്നും പറ്റൂല. പറ്റൂലെന്നോ? പറ്റാത്തോണ്ടല്ല, താല്പര്യമില്ല. എങ്ങനെ താല്പര്യമില്ല? ഇല്ല, അതുകൊണ്ട്. പക്ഷെ അതിന് പരീക്ഷയൊക്കെ എഴുതണം. പരീക്ഷ ഒരുപാട് പരീക്ഷ കണ്ടിട്ടുള്ളതാണ് ഈ പൈങ്കിളി. എടി കിളി, നീ പണ്ട് കോപ്പി അടിച്ച് പരീക്ഷ എഴുതാനൊന്നല്ല, ഇത് ബ്രാക്കറ്റിനകത്ത് ശരി ഉത്തരം എഴുതണം. ശരി ഉത്തരം നീ കുറച്ച് കിടുങ്ങും. 4 പാടുന്ന അപമാനം. അച്ഛാ, ഞാൻ പോലീസ് ആവാൻ തീരുമാനിച്ചു. ശരിക്കും തീരുമാനിച്ചു. വേണ്ടെന്ന് വെച്ചപ്പോഴേ രണ്ടും കൂടെ എന്നെ കളിയാക്കുന്നു. പോലീസ് എന്നെ കൊണ്ട് പറ്റത്തില്ല. പോലീസ് ആകുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചാൽ മതി, ഞാൻ പുറത്തുണ്ടാവും. കളിയാക്കിട്ടല്ലേ പോയെ? ഞാൻ പോലീസ് ആയാൽ എന്താ സംഭവിക്കുക? അവള് പോലീസ് ആവാൻ പോണെന്ന്. എടി, നിന്നെ ആരെങ്കിലും എടുത്തോണ്ട് പോയ പോലെ നീ അറിയില്ല. പിന്നെ നീ ബാക്കിയുള്ളവരെ എങ്ങനെ സംരക്ഷിക്കും? കൂടുതൽ കളിയാക്കല്ലേ. ഞാനൊരു കാര്യം ചേട്ടൻ പറഞ്ഞുതരാം. എനിക്ക് 2 മോഡുണ്ട്. ഒന്ന് ഉറക്കം പൈങ്കിളി മോഡ്, വേറൊന്ന് പറക്കം പൈങ്കിളി മോഡ്. ഇന്ന് ഈ നിമിഷം തൊട്ട് ഞാൻ ഉറക്കം പൈങ്കിളി മോഡ് അങ്ങ് ഓഫ് ആക്കുക. ഇനി മൊത്തം പറക്കം പൈങ്കിളി മോഡായിരിക്കും. അതാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. പിന്നല്ലാതെ അച്ഛാ, ഇതൊക്കെ തുടക്കത്തിലുള്ള ഉത്സാഹമേ ഉള്ളൂ.
അവള് ഈ ഡയലോഗ് ഇതുപോലുള്ള ഡയലോഗ് എത്ര പ്രാവശ്യം അടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അച്ഛാ അതുകൊണ്ട് മനക്കോട്ടൊന്നും കിട്ടണ്ട അപ്പൊ. ഓ പിന്നെ അങ്ങനൊന്നും അല്ല. അന്നല്ലാതെ എന്ത് എന്താണ് ഇവിടെ ഒരു ചിരിയും കോലാഹലവും? ശിവേട്ടാ ഞാൻ പോലീസ് ആവാൻ പോകുന്നു. ഒന്ന് നിർത്തടേ മര്യാദയില്ലാത്തവന്മാര്. ഞാൻ സിഐഡി ഊസട്ടിട്ടോ ഇത്ര ചെയ്യിച്ചിട്ടില്ല. അതെന്താടാ ഇത്ര കിളിക്കായിരിക്കുന്നത്? അല്ല ഇവള് യൂണിഫോം ഇട്ട് ഉറങ്ങണ കാര്യം ആലോചിച്ചപ്പോ എനിക്ക് ചിരി നടത്താൻ പറ്റില്ല. ശിവ, ഇന്ന് മുതലേ അവൾ ഉറക്കം ബൈക്കിൽ ഈ ബോർഡ് ഓഫ് ചെയ്യുമെന്ന് കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ അല്ലാതെ പറഞ്ഞു കൊടുക്കാച്ചാ. ശിവേട്ടാ ഞാൻ എന്ത് പറഞ്ഞാലും പോലീസ് ആവും. എന്നിട്ട് സസ്പെൻഷൻ വാങ്ങിക്കാതെ എങ്ങനെയാ ജോലി ചെയ്യണത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓ നീ പോണീസും ആവൂല മറ്റേ സെക്യൂരിറ്റി ആവൂല. ഞാൻ പോലീസ് ആകും. നീ ആവൂല, എനിക്കത് ഇഷ്ടമല്ല. എടേ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവള് പോലീസ് ആണെന്ന് പോണില്ല. PSC പരീക്ഷ എഴുതണ്ടേ? കറങ്ങി പരീക്ഷ ചെയ്താൽ പോലെ ഇവള് പാസ്സാവത്തില്ല. കറങ്ങി കുത്തുന്നതിനോട് കണ്ണടച്ചാണ്ടല്ലോ അവിടെ കുത്തിരുന്നെന്ന് പറഞ്ഞു. അടിച്ച കൗണ്ടർ തന്നെ വീണ്ടും വീണ്ടും അടിച്ചോണ്ടിരിക്കുക. എന്റെ വേറെ കൗണ്ടറില്ല, നീ കുറച്ച് ചുമ്മാ അങ്ങോട്ട്. അച്ഛാ നമുക്ക് ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട. അച്ഛൻ എനിക്ക് PSC ബുക്ക് വാങ്ങിക്കാനുള്ള പൈസ ഇങ്ങോട്ടാ. കാശോ? എന്റെ പൈസ ഒന്നുമില്ല. എടാ ശിവ, നീ പുസ്തകം വാങ്ങിക്കാനുള്ള പൈസ കൊടുത്തേ. എനിക്ക് ഇവള് പോവേ വേണ്ട, ഞാൻ കൊടുക്കുന്നില്ല. ഉത്തമ, നീയല്ലേ കുടുംബത്തിലെ മൂത്തമ്മ, നീ പൈസ കൊടുത്ത നോക്ക്. അച്ഛല്ലേ പറഞ്ഞേ? ഇല്ല അച്ഛല്ലേ പറഞ്ഞത്. അച്ഛൻ അവള് എന്തിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ നിർത്തിയിരിക്കണേ? അല്ല അത് നേരത്തെ സത്യത്തിനും ധീരതയ്ക്കും വേണ്ടി. അപ്പൊ അച്ഛൻ തന്നെ കൊടുത്താൽ മതി, അതാണ് നല്ലത്. അതെ പൈസ കൊടു. അതല്ല ഇനി എവിടെ പോലീസ് ആവൂ? എടാ ആവൂലെന്ന് ഞാൻ പറഞ്ഞില്ലേ, നീ ധൈര്യമായിട്ട് പോ. അതല്ല ഇവള് പോലീസ് ആയാലേ നീ എന്നെക്കാളും വലിയ മിടുക്കമല്ല ആയാലേ എനിക്ക് ക്ഷീണമായി പോവില്ല. അതാണ് ആവൂലടാ, നീ ധൈര്യമായിട്ടിരി. ആ